ആ രീതിയിൽ ഒരു സംരംഭം അവർ കൊണ്ടുവരികയും അങ്ങനെ വലിയൊരു മദ്രസ കോഴിക്കോട് അവർ സ്ഥാപിച്ച് മതം പഠിക്കാൻ സംവിധാനമൊരുക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി അബ്ദുറഹീം എന്ന് പറയുന്ന വ്യക്തിയെ ബി പോക്ര സാഹിബിന്റെ സഹായത്തോടു കൂടി കൊണ്ടുവന്നുകൊണ്ടാണ് അതിന്റെ പ്രൗഢമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പ്രൗഢമായ എന്നതിന് അടിവരയിടണം. അന്നവർ അത് ചരിത്രം പറയുന്നതനുസരിച്ച് സ്വർണ്ണത്താക്കോലിട്ട് വാതിൽ തുറന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു എന്നാണ് പറയുന്നത്. അത്ര വലിയ ഒരു മതപഠന ഭൗതിക വിദ്യാഭ്യാസ പാരമ്പര്യം നമ്മുടെ കേരളത്തിലെ ജനതക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. 1909 ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹം വാഴക്കാട് തൻമിയത്തുൽ ഉലൂം എന്ന് പറയുന്ന മദ്രസയിൽ മതപഠനത്തിന് വേണ്ടി ബെഞ്ച്, ഡെസ്ക്, ചോക്ക് മുതലായവ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക രീതി ആരംഭിച്ചു. അന്ന് വരെ അത്തരമൊരു രീതി ആരംഭിച്ചിരുന്നില്ല എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിനുശേഷം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വന്നപ്പോൾ മതപഠനം കേരളത്തിലെ ജനങ്ങൾക്ക് ജനകീയമായി ലഭ്യമാക്കാൻ സമസ്തക്ക് കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ചരിത്രം പരിശോധിക്കുമ്പോൾ 1964 ജൂൺ മാസം 23-ാം തീയതി കേരളത്തിലെ പ്രസിദ്ധമായ ഒരു പത്രം മലയാള മനോരമ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിനെ കുറിച്ച് ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കിയിട്ടുണ്ട്. 1964 എഡിറ്റോറിയൽ അവർ എഴുതിയത്. അതിൽ നമ്മുടെ മതവിദ്യാഭ്യാസത്തിന് വേണ്ടി സമസ്ത ചെയ്യുന്ന വിദ്യാഭ്യാസ ബോർഡ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഇനി ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഇതുപോലെ മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് പണ്ഡിത സാന്നിധ്യം ഉണ്ടായിരുന്നതായി കാണാൻ കഴിയും. 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന്റെ എത്രയോ മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യക്ക് വലിയ പൈതൃകം അക്കാര്യത്തിലുണ്ട്. 1559 പ്രഗത്ഭനായ ഒരു പണ്ഡിതന്റെ സാന്നിധ്യം നമ്മുടെ രാജ്യത്ത് പറയപ്പെടുന്നുണ്ട്. മുല്ല ഹാഫിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഫ്ഗാനിൽ നിന്ന് വന്ന ഒരു വലിയ കുടുംബമാണ് അവർ. അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിൽ വന്നു. ഖാജ അബ്ദുള്ള അൻസാരി എന്ന് പറയുന്ന പണ്ഡിതനാണ് ആദ്യം വന്നത്. അദ്ദേഹം അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകനായിരുന്നു മുല്ല ഹാഫിദ്. 1559 അദ്ദേഹത്തിന്റെ സേവനം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തി ഭരിക്കുന്ന കാലത്ത് മദാറെ മഹേഷ് എന്ന് പറയുന്ന ആനുകൂല്യമൊക്കെ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. മുല്ല കുത്തുബുദ്ദീൻ എന്ന് പറയുന്ന ഈ കുടുംബത്തിലെ പ്രഗത്ഭ പണ്ഡിതൻ അദ്ദേഹം 1695 ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ വധിക്കപ്പെട്ടു ഒരു പ്രത്യേക ഫത്വയുടെ പേരിൽ. ആ വധം നടന്നപ്പോൾ മതസ്നേഹിയായിരുന്ന സാമൂഹ്യ സ്നേഹിയായിരുന്ന ഔറംഗസീബ് ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഔദാര്യത്താൽ ഈ കുടുംബത്തിന് താമസിക്കുന്നതിന് വേണ്ടി, കാരണം അദ്ദേഹത്തിന്റെ ലൈബ്രറി ചുട്ടു, വീട് ചുട്ടു. ആ മരണപ്പെട്ട പണ്ഡിതന് 4 മക്കളുണ്ടായിരുന്നു. ആ 4 മക്കൾക്കും വേണ്ടി ഒരു വലിയ വീട് അദ്ദേഹം കൊടുത്തു ലക്നോയിൽ. അതൊരു വലിയ ഉദ്യോഗസ്ഥൻ താമസിച്ചിരുന്ന വലിയൊരു ക്യാമ്പസ് ഉള്ള വീടായിരുന്നു. ഒരു പറങ്കിയായിരുന്നു താമസിച്ചിരുന്ന യൂറോപ്യൻ. അതുകൊണ്ട് അതിന് പറങ്കി വീട് എന്ന അർത്ഥത്തിൽ ഫറങ്കി മഹൽ എന്ന പേര് വന്നു. ഇന്ത്യ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേരാണ് ഫറങ്കി മഹൽ. അവിടെയാണ് അവർ ഈ ക്യാമ്പസിനെ വലിയ ഒരു മതപാഠശാലയാക്കി മാറ്റി ധാരാളം കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്ത് ഇന്ത്യയിലെ വലിയൊരു വൈജ്ഞാനിക കേന്ദ്രമാക്കി ഫറങ്കി മഹലിനെ മാറ്റി. ഇതൊക്കെ നമ്മുടെ പൂർവ്വകാല ചരിത്രമാണ്. ആ ഫറങ്കി മഹൽ പണ്ഡിതന്മാരിൽപ്പെട്ട പ്രഗത്ഭനായിരുന്ന മുല്ല നിസാമുദ്ദീനാണ്. മുല്ല നിസാമുദ്ദീന്റെ നിലാമിയ സിലബസ് ഉണ്ടാക്കിയത്. ആ സിലബസ് ആണ് നമ്മുടെ സ്ഥാപനങ്ങൾ പലതും അവലംബിച്ചു പോന്നത്. അതുപോലെ തന്നെ ആ മുല്ല കുടുംബത്തിലെ അഥവാ ഈ കുടുംബത്തിലെ മുല്ല ഹൈദർ എന്ന് പറയുന്ന പണ്ഡിതൻ 7ാമത്തെ നൈസാം ഹൈദരാബാദിൽ ഭരിക്കുന്ന സമയത്ത് ഉസ്മാൻ അലി ഖാൻ എന്ന് പറയുന്ന ആ നൈസാമിന്റെ സമീപത്ത് വരികയും അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി വലിയൊരു കോളേജ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് ഹൈദരാബാദ് നിലാമിയ. ആ തരത്തിൽ ഇന്ത്യയിൽ വളരെ മനോഹരമായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചവരുണ്ട്. 1866 ലക്നോയിൽ ദാറുൽ വന്നു. അന്നൊന്നും നമ്മുടെ കേരളത്തിൽ ബിരുദം കൊടുക്കുന്ന അത്ര സ്ഥാപനങ്ങളില്ല. അത്ര വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിട്ടില്ല. പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ജാമിയ നൂരിയയും പിന്നെ അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ വന്നു. ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് കേരളത്തിൽ തുല്യതയില്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ ക്യാമ്പസിലാണ്. തുല്യതയില്ലാത്ത എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഇതിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ അത് അംഗീകരിക്കേണ്ടി വരും. ദാറുൽ ഹുദ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഘടകമായ സുന്നി മഹൽ ഫെഡറേഷന്റെ സ്ഥാപനമാണ്. സുന്നി മഹൽ ഫെഡറേഷൻ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം രൂപപ്പെട്ടതിന്റെ ചരിത്രം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത് അനിവാര്യമാണ്. അവരെ ഒന്നും ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ സനത് വാങ്ങേണ്ട ബഹുമാന്യരായ ഹുദവികൾ, പ്രിയപ്പെട്ടവരുടെ ഗുരുവര്യൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നത നായകൻ കൂടിയായ സ്ഥാപനത്തിന്റെ VC ഉസ്താദ് ബഹാവുദ്ദീൻ നദീവി അവരുടെ നായകത്വത്തിൽ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അദ്ദേഹത്തിനും ഈ ഹുദവികൾക്കും ഒക്കെ നൽകട്ടെ. അല്ലാഹ്